നമ്മുടെ ഷാജി കൈലാസിന്റെ വരവ് സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഓൾറെഡി ഞാൻ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ചെയ്തു. സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് മൊത്തത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ഷാജി കൈലാസ് വരവെന്ന സിനിമയിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ വരവെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഷാജി കൈലാസിന്റെ വരവായിരിക്കും. കാരണം ജോജു ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ജോജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ് വരവ്. AK സാജന്റേതാണ് സ്ക്രിപ്റ്റ്. ശരവണനാണ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഷമീർ മുഹമ്മദ് എഡിറ്റർ. ടെക്നിക്കൽ വശങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന്റെ ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു പഴയ ശൈലിയിലുള്ള ഒരു ഡയറക്ഷൻ തന്നെയാണ്. പുതുമ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുതുമയായിട്ടൊന്നും എനിക്ക് ഇതിനകത്ത് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ന്യൂജനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഡയറക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പുള്ളിയുടെ പഴയ നമ്മൾ സിനിമകൾ കണ്ടുപോയിട്ടുള്ള അതേ പാറ്റേൺ തന്നെ. പിന്നെ ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന നമ്മുടെ മുരളി ഗോപിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിക്കാരനൊക്കെ വേറെ ലെവലാണ്. പുള്ളിക്കാരുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ആ ഒരു ഡയലോഗ് മോഡുലേഷനൊക്കെ ഗംഭീരം. ശേഷമാണ് നമ്മുടെ സുകന്യ കാട്ടുങ്കൽ കുടുംബത്തിലെ പോൾസൺ എന്ന് പറയുന്ന നമ്മുടെ ജോജുവിന്റെ ചേച്ചിയായിട്ടാണ് ഇതിനകത്ത് എത്തുന്നത്. ഇവർ രണ്ട് സഹോദരങ്ങൾ, ഒന്ന് ദീപക്, മറ്റൊന്ന് നമ്മുടെ അർജുൻ അശോകൻ. ഇവർ രണ്ടും ഇതിന്റെ പിന്നിലൊരു റിവഞ്ച് ഉണ്ട്. ആ റിവഞ്ചാണ് ഈ സിനിമ കാണിക്കുന്നത്. ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് ഇത് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയൊക്കെ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇത് എനിക്ക് ആ ഫസ്റ്റ് ഹാഫിന്റെ അത്രയും എനിക്കത് അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. പടം പെട്ടെന്നുകൊണ്ട് തീർത്ത് നമുക്ക് ബോറടിയോ ലാഗോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ജോജുവിന്റെ അഴിഞ്ഞാട്ടം, ജോജുവിന്റെ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്. പിന്നെ നമ്മുടെ ബാബുരാജിനകത്ത് പോലീസുകാരനായിട്ട് എത്തുന്നുണ്ട്. ബൈജു ഉണ്ട്, നമ്മുടെ അസീസ്, ഇവരുടെയൊക്കെ ക്യാരക്ടർ എല്ലാവരും കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസ്. പുള്ളിയുടെ ആ ഒരു പഴയ പാറ്റേൺ വെച്ചിട്ടുണ്ട് ഷാജി കൈലാസ് അത് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AK സാജന്റെ സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഓവറോൾ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ, ബോറടിയൊന്നും ഇല്ലാതെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാം. ജോജുവിന്റെ അഴിഞ്ഞാട്ടവും ജോജുവിന്റെ കിൻഡിലിടിയും. ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇടിയാണ്. 10 ദിവസത്തെ പരോളിന് നമ്മുടെ പോൾസൺ വന്നിട്ട് റിവഞ്ച് ചെയ്തിട്ട് പോകുന്നതാണ് ഈ ഇന്റർവെലിന് മുമ്പ് തന്നെ ഒരു 3 ഫൈറ്റ് ഉണ്ട്. 3 ഫൈറ്റും ഒരു രക്ഷയില്ല, കിഡിലം ഫൈറ്റാണ്. 3 or 4 സ്റ്റണ്ട് മാസ്റ്റർമാരാണ് ഇതിന് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ജോജു അത് വൃത്തിയിലും വെടുപ്പിലും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൈജു ഇതിനകത്തൊരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. വയലൻസ് രംഗങ്ങളൊക്കെ ഒരുപാടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അവസാനത്തെ ക്ലൈമാക്സ് പോർഷനിലെ ആ ഫൈറ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അർജുൻ അശോകന് റോള് പ്രാധാന്യം വലുതായിട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് സീനിൽ ഇങ്ങനെ വന്നു പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കഥയിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്നും വരുന്നില്ല. കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് ഇങ്ങനെയാണ്, ഇതിൽ അവസാനം ഇങ്ങനെ വരത്തുള്ളൂ എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്. എമ്മി തിലകന്റെ മകൻ മുരളി ഗോപിയുടെ മകനായിട്ട് എത്തുന്നുണ്ട്. സാനിയ അയ്യപ്പനാണ് ഇതിനകത്ത് നമ്മുടെ അർജുൻ അശോകന്റെ പേരായിട്ട് എത്തുന്നത്. സാധാരണ നമ്മൾ കാണാറുള്ള ആ ഒരു ക്ലീശ പരിപാടി, ആ ക്ലീശ കഥ, അതൊക്കെ തന്നെയാണ് ഇത്. പക്ഷെ എന്തെങ്കിലും പുതുമ കൊണ്ടുവന്നിരുന്നെങ്കിൽ, സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവന്നിരുന്നെങ്കിൽ പടം ഭയങ്കരമായിട്ട് കയറി ഹൈ ആയേനായിരുന്നു. പക്ഷെ മോശമല്ല, അങ്ങനെ വലിയ കുറ്റമൊന്നും പറയാനായിട്ടൊന്നുമില്ല. ജോജുവിൻ്റെ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ വന്ന് നമുക്ക് കണ്ട് അങ്ങനെ ഇരിക്കാം. ഈ പൊറിഞ്ചുമറിയം സിനിമയും അതുപോലെ തന്നെ പണി എന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടത് പോലുള്ള ആ ഒരു ലുക്കൊക്കെയാണ് ഇതിനകത്തും പുള്ളി പിടിച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റൈലാണ്. പക്ഷെ ജോജുവിന് വലിയ ഡയലോഗ് പ്രാധാന്യമൊന്നും ഇതിനകത്തില്ല. ആക്ഷൻ രംഗങ്ങൾ മാത്രമാണ് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വന്നിരുന്ന് ലോജിക്കൊന്നും നോക്കാതെ വന്നിരുന്ന് കണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. ഷാജി കൈലാസിന്റെ വലിയ പുതുമയോ വലിയ വാവ്ഫാറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷെ ജോജുവിൻ്റെ അഴിഞ്ഞാട്ടം, ജോജുവിൻ്റെ ഒരു 1.5 കിൻഡലിടി. ഇടി കാണാനാണെന്നുണ്ടെങ്കിൽ കയറി വന്ന് കണ്ടോളൂ. ജോജു പൊളിച്ചടിക്കിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഷാജി കൈലാസിൻ്റെ സ്ഥിരം പാറ്റേൺ വരവ്, ഷാജി കൈലാസിൻ്റെ തിരിച്ചു വരവ് ആണോ ഇല്ലയോ എന്നുള്ളത് സിനിമ കണ്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ പറയുക. അപ്പോൾ അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.